ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാർവതീസ് ഫുഡ് ട്രാവൽ ട്രക്ക്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും, ഇതെന്തുവാ ന്യൂ ഇയർ കഴിഞ്ഞ് 2 ആഴ്ചയൊക്കെ ആയി, ഇപ്പോഴാണോ ന്യൂ ഇയർ വിഷു ഒക്കെ ആയിട്ട് വരുന്നതെന്ന്. സോറി ഗൈസ്, ചെറിയൊരു സാങ്കേതിക തകരാറ് മൂലം എനിക്ക് എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇപ്പോൾ 2 ആഴ്ചയോളമായി. എന്തോ ആയാലും കുറച്ച് വൈകിയെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും അന്നേ ദിവസം ന്യൂ ഇയർ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏത് പാർട്ടി നടത്തിയാലും എല്ലാവർക്കും, എല്ലാ ഫാമിലിയും, ഒരു 10-12ഓളം ഫാമിലിയുണ്ട്. എല്ലാ ഫാമിലിയും ഓരോ ഫുഡ് വീതം ഉണ്ടാക്കിക്കൊണ്ട് വരും. അതാകുമ്പോൾ ആർക്കും വലിയ മെനക്കേടുമില്ല, എല്ലാവർക്കും വിവിധ വിഭവങ്ങൾ കഴിക്കാനും സാധിക്കുമല്ലോ. അപ്പം എല്ലാവരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ന്യൂ ഇയർ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു. ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, അങ്ങനെ പല വിഭവങ്ങളും സ്റ്റാർട്ടേഴ്സായിട്ടും മെയിൻ കോഴ്സായിട്ടും വന്നു. മെയിൻ കോഴ്സിന് കപ്പയായിരുന്നു കേട്ടോ, കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. കപ്പയുണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, അങ്ങനെ പല വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ഫുഡ് കൂടുതൽ ഞാൻ അങ്ങോട്ട് ഫുഡിനകത്തോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം ആഘോഷങ്ങളുടെ ഇങ്ങനെ അലയടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എല്ലാവരും ഭയങ്കര വൈബിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്നാക്സും കാര്യങ്ങളും ഒക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മളങ്ങോട്ട് ഏത് പാർട്ടി ചെന്നാലും ആർക്കും ഒന്നും ഒരിടത്ത് ഇരിക്കാൻ കഴിയത്തില്ല കേട്ടോ, കാരണം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ബോറടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ ഹൈ വോളിയത്തിൽ അങ്ങോട്ട് പാട്ടിടുക, പിന്നെ അങ്ങോട്ട് തകൃതിയായിട്ട് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുന്നതിന് അങ്ങനെ പ്രത്യേക റീസൺ ഒന്നുമില്ല. പാട്ടിടുന്നു, ഡാൻസ് കളിക്കുന്നു, സ്റ്റെപ്പൊന്നും ആർക്കും പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം കിട്ടുന്ന സ്റ്റെപ്പ് ഇടുന്നു, എല്ലാവരും അങ്ങ് ഡാൻസ് കളിക്കുകയാണ്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്യാങ് ഒത്തുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഇനി എത്ര രാത്രി സമയം വേണമെങ്കിലും എല്ലാവരും ഒത്തുകൂടിയിരിക്കും. ആർക്കും വീട്ടിൽ പോകാൻ കഴിയത്തില്ല. പിന്നെ എല്ലാത്തിനെയും അടിച്ച് ഇറക്കി വിടണം. പോ സമയം ഇത്രയായി, 2 മണിയായി, 3 മണി, ഇനിയെങ്കിലും പൊക്കൂടെ എന്നുള്ള ചോദ്യങ്ങളാണ് ലാസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടിക്കും നമ്മൾ നേരിടുന്നത്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ കഴിച്ചു, പാട്ടിട്ടു, പിന്നെ ഫുള്ള് ഡാൻസ് എൻജോയ്മെൻ്റൊക്കെയാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലെയും എനിക്ക് വീഡിയോ നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു, നമ്മൾ സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഹൈ വോളിയത്തിൽ പാട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നമുക്കത് കേൾപ്പിക്കാൻ കഴിയത്തില്ല. അല്ലായിരുന്നുണ്ടെങ്കിൽ കുറേ ഫൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അതങ്ങോട്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഏത് പാർട്ടിയിലും നമ്മൾ ചെന്ന് കയറുമ്പോഴേ പാട്ട് ഒച്ചത്തിൽ അങ്ങ് ഇട്ടേക്കുക. അപ്പം പിന്നെ ആ പാട്ടിങ്ങനെ കേൾക്കുന്ന കാരണം വലിയ പാടാണ്. അപ്പം പിന്നെ വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിവർത്തി. അങ്ങനെ പിന്നെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ ആൾക്കാർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഡാൻസ് കളിക്കും കേട്ടോ. ഡാൻസ് അറിയാത്തവരെയും നമ്മൾ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് കളിപ്പിക്കും. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. അങ്ങനെ പ്രായഭേദമൊന്നും ഇല്ലാണ്ട് നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. കൊച്ചുങ്ങളും കളിക്കും, വലിയവരും കളിക്കും. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു, നിനക്കൊക്കെ ഒന്നൊന്ന് കുറച്ച് ഒതുങ്ങിക്കൂടായോ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുമുണ്ട്. പക്ഷേ അങ്ങനെ ഒതുങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ഗൈസ്, തയ്യാറല്ല. വളരെ രസകരമായ ന്യൂ ഇയർ ആഘോഷമായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ത് അലമ്പ് പരിപാടിയാണ് ഈ കാണിക്കുന്നതെന്നുള്ളത്. കയ്യെ കിട്ടിയ സകലമാന സാധനങ്ങളും അവിടെ തറയിലിട്ടിരുന്ന മാറ്റാണ് ഇപ്പോൾ ഈ എടുത്തുകൊണ്ട് വെച്ച് കിടന്ന് തുള്ളി കളിക്കുന്നത്. കാരണം നമുക്ക് വേറെ ഇതില്ല. അങ്ങനെ ഡാൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദംഷ ഡാൻസിലോട്ട് കയറി നമ്മൾ. എടാ അനന്ത ഒന്നും കൂടി ഇടുന്നേ, ഒന്നുകൂടെ 3 1 once more
once more. പടക്കം പൊട്ടിക്കേ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും കൂടെ നിന്നൊരു ഹാപ്പി ന്യൂ ഇയർ പറ. ബാക്കിലോട്ട് നിക്ക് വെട്ടമുള്ളടത്തോട്ട് നില്ല്. ഹാപ്പി ന്യൂ ഇയർ പറയാൻ അങ്ങോട്ട് നില്ല്. ആ പോയി നിക്കേ. ഹാപ്പി ന്യൂ ഇയർ. ഒരു സെക്കൻഡ് ഉണ്ട്. ഇങ്ങോട്ട് വേണേ. ഇവിടെ വാ. പൊട്ടി ഇപ്പൊ പൊട്ടി. അങ്ങനെ 2026 വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എല്ലാവരും കുറേ നേരം ആയല്ലോ ചാടിത്തുള്ളി നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേനും വിശപ്പൊക്കെ അടിച്ച് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. മെയിൻ കോഴ്സായിട്ട് നമ്മളാക്കിയിരുന്നത് കപ്പ വേവിച്ചതും പിന്നെ ബീഫ് കറിയും പിന്നെ പൊറോട്ടയും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴത്തേനും പിന്നെ കുറച്ച് കട്ടൻ ചായ, നല്ല ചൂടോടെ കട്ടൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. കാരണം എല്ലാവരും തണുത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ച് വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അയ്യോ കുഴി കുത്തി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അന്ന് തീരട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് ഒരു പീസ് മിസ്സിങ്ങാണല്ലോ. ആ നിങ്ങളുടെ തന്നെ പറഞ്ഞത് സ്റ്റെപ്പിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേരെ. അപ്പം പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.